250 ഉണ്ട് സാർ. രവി വൈകി അങ്ങനെയല്ല. എന്താ വിശിഷ്ട മക്കൾ പഠിക്കാം ശ്വാസം പിടിച്ചോളൂ. ലല്ലിയുടെ മുത്തച്ഛൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? നമ്മളുടെ കൂടെ എല്ലാം ഇടപഴകി അവളുടെ സ്വഭാവത്തിന് സ്വല്പം മയം വരട്ടെ എന്ന് കരുതിയാണ്. ആളൊരു വിവാഹ വിദ്വേഷിയാണെന്ന് കേട്ടത് നേരാണോ? ആ അത് മാത്രമല്ല, പുരുഷ വിദ്വേഷി കൂടിയാണ്. ഞാൻ ഇന്നലെ അവളോട് രാജേഷ് ഖന്ന ഇവളുടെ രാജേഷ് ഖന്ന രമ പറയൂ, അത് ഞങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കണം. അവളെ കൊണ്ട് വിവാഹത്തിന് സമ്മതം മൂളിപ്പിക്കണം. നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ അവൾ ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെല്ലാം റെഡി. ഇന്നു മുതൽ ലല്ലിയുടെ മനസ്സ് മാറ്റിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ദിവസേന 2 പ്രേമകഥകളെങ്കിലും പറഞ്ഞ് ഞാൻ അവളെ ഉരുക്കും. ഓ അതൊന്നും വേണ്ടി. രാജേഷ് ഖന്നയുടെ 4 പടം തുടർച്ചയായി കൊണ്ട് കാണിച്ചാൽ മതി, അവൾ താനെ ശരിയാവും. ഓ പിന്നെ തുടങ്ങി അവിടെ രാജേഷ് ഖന്ന പുരാണം. വാടി, സിംഗപ്പൂർ സുന്ദരിയെ ആദ്യത്തെ പാഠം ഇപ്പൊ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ തുടങ്ങാം. വരും. വരൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. താങ്ക് യു. എനിക്ക് മിസ് ലല്ലിയെ ഒന്ന് കാണണം. ഓ, സിംഗപ്പൂരിൽ നിന്ന് വന്ന കുട്ടിയോ? അതെ. നിങ്ങൾ ലല്ലിയുടെ ആരാണ്? ഞാൻ മുറച്ചെറുക്കനാണ്. എന്താ മുറച്ചെറുക്കന്? അതെ. വരൂ. നിങ്ങൾ ലല്ലിയുടെ മുറച്ചെറുക്കനാണല്ലേ? അതെ. അപ്പോഴായിരിക്കുന്നാണോ? എനിക്കുള്ള മുറച്ചെറുക്കൻ ഞാനാണ്. അപ്പൊ അയാളോ? അയാൾ ആരുമല്ല. ഒന്നിങ്ങ വരൂ. നിങ്ങൾ ലല്ലിയുടെ ആരാണ്? ഞാൻ ലല്ലിയുടെ മുറച്ചെറുക്കനാ. ഇയാൾ ക്രിക്കനാണ്. കള്ളം പറയാണ്. ഞാൻ ക്രിക്കനൊന്നുമല്ല. പഠനം ചെയ്യാൻ അല്ല, വാടനം വേണ്ട. ഞാൻ സത്യം പറയാം കേട്ടോ. ഇയാൾ കള്ളനോട്ടാ. ഇവനാണ് കള്ളൻ. ലല്ലി ഒന്നിവിടെ വരണം. ഹലോ ലല്ലി. ലല്ലി ചേട്ടൻ അറിയാമോ? ഇല്ല. ഞാൻ ഗോപിയേട്ടൻ. ഏത് ഗോപിയേട്ടൻ? എനിക്കറിയില്ല. വെറുതെ ആളെ സ്വരം കളിപ്പിക്കരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ രാവിലത്തെ വണ്ടി വന്നു. ഇങ്ങോട്ട് വരാൻ നേരത്തെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ പറയാ. നിങ്ങൾ ആരാണ്? അയ്യോ തമാശ പറയല്ലോ. എന്നെ അറിയില്ലേ? ഭരതേട്ടൻ. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അയ്യോ തനിക്കല്ലേ ലല്ലു. മേഡം, ഇത് രണ്ടാളെ എനിക്കറിയില്ല. അപ്പാ ഇവിടെ വരും. ഇവർ രണ്ടുപേരും ഇവിടുന്ന് ഓടിപ്പോകാതെ സൂക്ഷിക്കണം. മുറച്ചിറക്കനാണെന്നും കസിനാണെന്നും ഒക്കെ പറഞ്ഞ് പെൺകുട്ടികളുടെ ഹോസ്റ്റലുകാരെ വിലക്കുകയാണ് ഉമ്മയുടെയൊക്കെ പണി. ഇത്തരം കുറെ പൂവാലന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ പോലുള്ളവർക്ക് പോലീസിന്റെ കയ്യിൽ 4 അടി കൊണ്ടാലേ മര്യാദ പഠിക്കും. നിന്നെ തന്നെ. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. இங்க கேரளா லேடிஸ் ஹாஸ்டல்ல இருந்து வார்டன் பேசுறாங்க. இங்க 2 பெரிய நியூசன்ஸ் வந்து கலாட்டா பண்றாங்க. கொஞ்சம் சீக்கிரம் வந்துடுங்க. ஓகே. ഇന്തുട്ടിന് ഇവിടെ ഒരു കലാവാം. ചേട്ടത്തിയെ, ഭക്ഷണപ്രശ്നം വിചാരിച്ചൊരു ബുദ്ധിമോശം ചെയ്തു പോയി. ഇയാളൊരു പാവാണെന്ന് തോന്നുന്നു. വലിയ തെറുക്കന്മാരെ കണ്ടാലാണ് പാവങ്ങളാണെന്ന് വിചാരിക്കുക.
ഞാൻ ഇവരൊന്ന് പരിശോധിക്കട്ടെ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നോളോ. ഹോസ്റ്റലിൽ നിന്നാണോ? അന്നമ്മയാണോ? കുട്ടമ്പിള്ള ഹിയർ. ഭരതനും ഗോപി അവിടെ വന്നിട്ടുണ്ടോ? ഭരതനും ഗോപിയും ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടോ? എന്നിട്ട് ഓ ലല്ലി അവരെ അറിയില്ലെന്ന് പറഞ്ഞോ? ശരിയായിരിക്കും, അറിയില്ലായിരിക്കാം. എനിക്കും അവരെ വലിയ പരിചയമില്ല. ഓ പോലീസിൽ ഏൽപ്പിച്ചോളാം, ധൈര്യമായിട്ട് ഏൽപ്പിച്ചോളാം. ഭരതനും ഗോപിയോ അറിയില്ല എന്ന് പറയേണ്ടില്ലായിരുന്നു. അകത്ത് കിടക്കട്ടെ എന്ന് ഗുരുത്തം കെട്ട വർഗങ്ങൾ ഒരു പാഠം പഠിക്കട്ടെ. നമ്മൾ രാജനെയും ലല്ലിയെയും പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അല്ലേ? അതെ, അതുകൊണ്ട് അതിനിടയിൽ ഇവന്മാർ രണ്ടുപേരും ഇടയ്ക്കിടെ വന്ന് ലല്ലിയെ ബോറടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഗുണമുണ്ട്. എന്തു ഗുണം? ഈ ബോറന്മാരോട് രാജനെ ലല്ലി താരതമ്യപ്പെടുത്തും. അതിൽ നിന്ന് ഒഴിവാകാനായിട്ടെങ്കിലും ഒരുപക്ഷെ ലല്ലി രാജനോട് അടുപ്പം കാണിക്കാനും ചാൻസ് ഉണ്ട്. ശരിയാണ്, ഞങ്ങളെല്ലാം കമ്പാരിസൺ പറഞ്ഞ് പിരിമുറുക്കുകയും ചെയ്യാം. ഓ, ഈ ഐഡിയ എനിക്ക് തലയെ കയറിയില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഉടൻ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പുറപ്പെടണം. എന്താ വക്കീലെ? உடனே புறப்படும். ഇൻസ്പെക്ടർ, ഐ എം സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഐ എം ഹെർ കസിൻ. அந்த அம்மா உங்களை தெரியாதுன்னு சொல்லிட்டாங்களே. பாருயா, இந்த ஜாடையெல்லாம் நம்ம கிட்ட நடக்காது. உண்மையை சொல்றியா இல்லையா? நீயாவது உண்மை சொல்றியா இல்லையா? ഞാൻ ഉണ്മ എടുത്തു വെച്ച് വേണമെങ്കിൽ പറയാൻ കേട്ടോ. அந்த லல்லி இல்ல, அவரோட விஷயத்துக்காக நான் வந்தேன். அப்பாவும் அம்மையும் சொல்லி அனுப்பியாச்சு. பட்சண பிரச்சனத்துக்காக நான் இங்க வந்தேன். ஆமா சார். என்கிட்ட காமெடி அடிக்கிறியா ராஸ்கல்? நான் உன்னை நம்ப மாட்டேன். உன்னை போலீஸ் ஸ்டேஷன் அழைச்சிட்டு போய் உன்னை உண்மையை சொல்ல வைக்கிறேன். 796 புடி. முத்தஷா, നീ എപ്പോ വന്നടാ മോനെ? ഇന്ന് രാവിലെ. അല്ല, ഭരതനുണ്ടല്ലോ. എന്ത് പറ്റടാ മോനെ? രക്ഷിക്കണം മുത്തശ്ശ, ഞാൻ ഇനി ഈ വഴിക്കില്ല. രക്ഷിക്കണോ? നിനക്ക് എന്ത് പറ്റി? ഈ തുറപ്പന്മാരെ പറ്റിട്ടാ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞത്. ഓഹോ, ഗോപിയെന്നും ഭരതനെന്നുമാണോ പറഞ്ഞത്? അയ്യോ, ഞാൻ കേട്ടതേ ഡോബിയെന്നും ബാർബറെന്നുമാ. എനിക്ക് ഈ ഫോൺ ചെവിയിൽ വെച്ചാ പിന്നെ ശബ്ദമാ. വയസ്സായില്ലേ, ഒന്നും ശരിയായി കേൾക്കില്ല. നിന്റെ ആര്? ഗ്രാൻഡ് ഫാദർ. ലല്ലിയുടെ മുത്തച്ഛനാണ് ഞാൻ. പിന്നെ ഇവങ്ങള് அந்த അമ്മാവുക്ക് தெரியாதுன்னு சொல்லிட்டாங்க. അതേ, നാട്ടിൽ പോകുമ്പോൾ ഒരു സൗന്ദര്യ കലാട്ട, കത്തിച്ചണ്ടയല്ല, വെറും ചണ്ട. ഇപ്പൊ പൊളിഞ്ചതാ അല്ലടാ ഗോപി? അതേ മുത്തശ്ശ, ഞാൻ ചണ്ടൊന്നും കൂടിയ മുത്തശ്ശ. ലല്ലി എന്നെ കുളിപ്പാക്കി. ഓഹോ, ശരി. അപ്പൊ കേസൊന്നും ഇല്ലേ? ரொம்ப தேங்க்ஸ் இன்ஸ்பெக்டர். நோ மனுஷன், எப்போ வேணாலும் கூப்பிடுங்க, எந்த டைம் வேணாலும் கூப்பிடுங்க. என்ன, நாங்க போயிட்டு வரட்டுமா? ഇവരെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ? അതെന്താടാ മോനെ, ഇത്രയും ദൂരത്ത് നിന്ന് നിന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അവരെ പിടിച്ച് പോലീസിലേറ്റിക്കുന്നത് ശരിയാണോ? എനിക്ക് അവരെന്നെ കാണാൻ വരുന്ന ഇഷ്ടമല്ല. അതെന്താണ്? അവര് മോന്റെ കസിൻസ് അല്ലേ, വന്ന് കണ്ടുകൊണ്ട് പോട്ടെ. അതിലെന്താണ് തെറ്റ്? എന്താണ് തെറ്റ്? ഗോപിയുടെ നിന്റെ കസിനല്ലേ, നിന്നെ കാണാനും സംസാരിക്കാനും എനിക്ക് അധികാരമല്ലേ. അപ്പൊ ഞാനോ? വേണ്ട, ഭരതൻ വന്ന് കണ്ടുകൊണ്ട് പോ. കാരണം മുത്തച്ഛ, എനിക്കെന്താ ഒരു കുറവ്? ഞാനെന്താ കള്ളാ? ശരി, രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട, രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വന്ന് മോനെ കണ്ടോ. എന്താ വക്കീലെ? ഭരതനം വന്ന് കണ്ടോട്ടെ. ലല്ലി മോൻ ഇനി നിങ്ങളെ വഴക്ക് പറയും. നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വന്ന് മോനെ കണ്ടോ. എന്നപ്പോ തൽക്കാലം പോ. വെരി നാസ്റ്റി ശകുനം, വെരി ബാഡ്. ലല്ലു, യു ലൈക്ക് സ്വീറ്റ് മുട്ടായി? ഐ ലൈക്കടാ ഭരത, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ടുമോറോ ഐ കം. വൈ കം? ഐ കം. യു കം. വി കം. നോ കം. മോമ്പ മുത്തച്ഛൻ പറയുന്നത്. പിന്നെ മുത്തച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കണം. എല്ലാവരോടും നമ്മൾ നല്ല നിലയിൽ പെരുമാറണം. അവരൊരു 4-5 ദിവസം മദ്രാസിൽ കാണും, അതിന്റെ ഇടയ്ക്ക് 2-3 ദിവസം വന്ന് കണ്ടുകൊണ്ട് പോട്ടെ. മുത്തച്ഛന്റെ മോളല്ലേ, കേട്ടോടാ? ഇനി അവൻ എന്റെ അടുത്ത് വരാൻ പറഞ്ഞിരിക്കുകയാണ്. വരണ്ട, എനിക്ക് കുറുക്ക് നിൽക്കലാണ് എന്റെ ജോലിയല്ലേ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോരുത്. ഉടനെ സ്ഥലം വിട്ടോണം. മനസ്സില്ല. മനസ്സില്ലേ? അയ്യോ അയ്യോ, നിങ്ങളാരാ? എനിക്ക് പൂനവാല वो आकर എനിക്ക് തിരിഞ്ഞ് പറയാണ്ട് ഏക്കോ അന്ത ഗർവട. നിങ്ങളെ ഞാൻ സംവിധാനം ചെയ്യാം. നിങ്ങളെനിക്ക് മനസ്സിലായി. വരൂ വരൂ വരൂ.